നമസ്കാരം. കഴിഞ്ഞ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ അവസാന പരമ്പരകളിൽ ദയനീയ പ്രകടനമായിരുന്നു ടീം ഇന്ത്യയുടെ. നാട്ടിൽ ന്യൂസിലൻഡിനെതിരെയും ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിലും ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങി. ഇതിൽ ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിലെ 3 മത്സരങ്ങളിലും ഇന്ത്യ പരാജയപ്പെട്ടപ്പോൾ ഓസ്ട്രേലിയക്ക് എതിരെ 1-3 തോൽവി. ഇതോടെ ഏതാണ്ട് ഉറപ്പിച്ചിരുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഫൈനൽ പോലും കാണാതെ ഇന്ത്യ പുറത്താവുകയും ചെയ്തു. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഇന്ത്യയില്ലാതെ ഒരു ഫൈനൽ നടക്കാൻ പോകുന്നത്. 2025 സീസൺ IPL-ന് ശേഷം ഇന്ത്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ തിരക്കുകളിലേക്ക് കടക്കുകയാണ്. ജൂണിൽ നടക്കാനിരിക്കുന്ന ആദ്യ പരമ്പരയിൽ കരുത്തരായ ഇംഗ്ലണ്ടിനെയാണ് ഇന്ത്യ നേരിടുക. 5 മത്സരങ്ങളാണ് ഈ പരമ്പരയിലുള്ളത്. ഇതിനുശേഷം ന്യൂസിലാൻഡ്, ശ്രീലങ്ക എന്നിവർക്കെതിരായ എവേ പരമ്പരകളും വെസ്റ്റ് ഇൻഡീസ്, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ എന്നിവർക്കെതിരായ ഹോം പരമ്പരകളും അടുത്ത ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കളിക്കുന്നതാണ്. ഇതിൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പര തന്നെയാകും ഇന്ത്യക്ക് ഏറ്റവും കടുപ്പമായി മാറുന്നത്. ഈ പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായാൽ ഫൈനലിൽ എത്താനുള്ള ഇന്ത്യയുടെ സാധ്യതകളും വർദ്ധിക്കും. അതേസമയം കഴിഞ്ഞ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കളിച്ച ടീമിൽ വമ്പൻ മാറ്റങ്ങളോടെയായിരിക്കും ഇന്ത്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്, അതായത് 2025 മുതൽ 27 വരെയുള്ള ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങുകയെന്നാണ് സൂചനകൾ. ടെസ്റ്റ് ക്രിക്കറ്റിൽ മോശം ഫോമിലൂടെ കടന്നു പോകുന്ന സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും വഴി തുറന്നേക്കുമെന്ന സൂചനകൾ ശക്തമായുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയ്ക്ക് മുൻപ് സീനിയർ താരങ്ങളുമായി സെലക്ടർമാർ ചർച്ച നടത്തുമെന്നും ഇവരുടെ സെലക്ഷൻ കാര്യത്തിൽ ഇതിനുശേഷമാകും തീരുമാനമുണ്ടാവുകയെന്നുമാണ് സൂചനയായുള്ളത്. യുവതലമുറയ്ക്ക് വഴിമാറി കൊടുക്കുന്നതിന് ഇവർ ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കിയാലും അത്ഭുതപ്പെടാൻ സാധിക്കില്ല. രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടരാൻ സാധ്യത കുറവായതിനാൽ തന്നെ ജസ്പ്രീത് ബുംറ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ സ്ഥിരം നായകനായി നിയമിതനായിരിക്കും. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം 2025-27 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് സാധ്യതകൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. രോഹിത് ശർമ്മ ടെസ്റ്റ് ടീമിൽ തുടരാൻ സാധ്യത കുറവായതിനാൽ തന്നെ യശസ്വി ജയ്സ്വാളും KL രാഹുലും ടീമിന്റെ ഓപ്പണർമാരാകാനാണ് സാധ്യത. നിലവിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് ജയ്സ്വാൾ. ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശുഭ്മാൻ ഗിൽ ആയിരിക്കും 3-ാം നമ്പറിൽ ഉണ്ടാവുക. ധ്രുവ് ജുറയിലും ഋഷഭ് പന്തും ശ്രേയസ് അയ്യരും സർഫറാസ് ഖാനും മധ്യനിര ബാറ്റർമാരായി സ്ക്വാഡിൽ തന്നെ ഉണ്ടാകും. ഓൾറൗണ്ടർമാരായി രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, നിതീഷ് റെഡ്ഡി, അക്ഷർ പട്ടേൽ എന്നിവരും ടീമിൽ ഉറപ്പാണ്. ജസ്പ്രീത് ബുംറ നയിക്കുന്ന പേസ് നിരയിൽ ഹർഷിത് റാണ, മുഹമ്മദ് സിറാജ്, മുഹമ്മദ് ഷമി, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരും സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവും ഇടം പിടിക്കുമെന്ന് അറിയുന്നുണ്ട്. എന്നാലും ടെസ്റ്റ് ടീമിൽ ഒരു ഉടച്ചുവാർക്കൽ ഇന്ത്യയിൽ നിന്നുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സീനിയർ താരങ്ങൾ മാറുമ്പോൾ അതിനൊത്ത് ഉയരാൻ ജൂനിയർ താരങ്ങൾക്ക് സാധിക്കുമോ എന്നും കണ്ടു തന്നെ അറിയണം.